വലിയവനാകുന്ന ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും അവിചാരിതമായിട്ടാണെങ്കിലും ഇവിടെയുള്ള ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളും പ്രീ പ്ലാൻഡായിട്ടല്ല യാത്ര ചെയ്തത്. ചില കാര്യങ്ങൾക്ക് വേണ്ടി വരണമെന്ന് ചില മാസങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് സമയം കിട്ടാതെ ഇരുന്നതുകൊണ്ട് പല കാരണങ്ങളാൽ നീക്കി വെച്ചു. എന്നാൽ ഈ ഒരാഴ്ച എനിക്ക് മീറ്റിങ്ങുകളൊക്കെ വളരെ കുറവുള്ളതും ഫ്രീ ആയിട്ടുള്ള ഒരാഴ്ചയായിട്ട് തോന്നിയതുകൊണ്ട് കടന്നു വരാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഈ ആഴ്ച വരുവാനായിട്ട് ഇടയായത്. അപ്പം തൽക്കാലം ശ്രമിച്ചപ്പോൾ തൽക്കാലം കിട്ടി. അങ്ങനെ കടന്നു വരുവാനിടയായിട്ട് തീർന്നു. നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനിടയായി. അതുകൊണ്ടാണ് മുൻകൂട്ടി സഹോദരനോടൊന്ന് പറഞ്ഞിട്ടൊന്നും വരാൻ കഴിയാഞ്ഞത്. പെട്ടെന്ന് തീരുമാനിച്ചാണ്. ഇന്നലെ രാത്രി 2:30 ഞങ്ങൾക്ക് എത്തുവാനായിട്ട്, ഈ കഴിഞ്ഞ വെളുപ്പിനെ 2:30 എത്തുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. രാവിലെ ഇവിടെയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും ദൈവം സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. വലിയ സന്തോഷകരമായ കാര്യമാണ് 12 ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത്. ഇന്നും ആ നിലയിൽ ദൈവം നമുക്ക് സാവകാശം നൽകിയല്ലോ. കർത്താവിൻ്റെ വചനത്തിലൂടെ പ്രിയ സഹോദരനോട് നമ്മൾ കേൾക്കുകയായിരുന്നു. കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവജനത്തിൻ്റെ ഭാഗ്യവും അവർ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ കാര്യവും. മീഖയുടെ സമയത്ത് ഇസ്രായേലിൻ്റെ പരിസ്ഥിതി എന്ന് പറയുന്നത് അവിടെ അധിപന്മാർ ദൈവത്തിന് വിരോധമായിട്ട്, ദൈവവചനത്തിന് വിരോധമായിട്ട് ജീവിച്ചവരായിരുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരും അവർ വാസ്തവത്തിൽ അവരുടെ പല്ലിന് കടിക്കാൻ എന്തെങ്കിലും ലഭിക്കുമെന്നുണ്ടെങ്കിൽ അവരുടെ ആഹാരത്തിന് ആഗ്രഹിക്കുന്ന നിലയിൽ അവർ മെസ്സേജിനെ തിരിക്കുന്നവരായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനം മുഴുവനായിട്ട് അവരെക്കുറിച്ചും പറയുമ്പോൾ അവരും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലാത്ത ജീവിതം നയിക്കുകയായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ മീഖ പറയുന്നൊരു ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഞാൻ പറയും, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ മീഖ പറയുകയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു, അത് ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറായിട്ട് തരും. അപ്പം ഓരോ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളവും വാസ്തവത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് വിരോധമായിരിക്കാം. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതായിരിക്കുകയില്ല. നാം പ്രതീക്ഷിക്കുന്നവർ പോലും കർത്താവിനെ ദൈവവചനപ്രകാരം സ്നേഹിക്കുന്നവരായിരിക്കുകയില്ല. എന്നാൽ നാം വ്യക്തികളായിട്ട് എടുക്കേണ്ട തീരുമാനമാണ്, ഞാനോ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കും, അവനെ പുകഴും, അതുപോലെ തന്നെ അവൻ്റെ ഇഷ്ടം എന്നോട് ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തരും. ആ വലിയ ചിന്ത നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയ മകനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിലും ദൈവവചനത്തിൽ കൂടുതലായിട്ട് പഠിക്കുവാനും ആഴത്തിലേക്ക് ഇറങ്ങുവാനും ഒക്കെ ദൈവം വേണ്ട സാഹചര്യങ്ങളെ നൽകുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് അവസരം നൽകിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന വളരെ പരിചിതമായ ഒരു സങ്കീർത്തന ഭാഗത്തിലെ ഒരു വാക്യമാണ്. 32-ാം സങ്കീർത്തനം, അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കതിനെ ആധാരമായിട്ടൊന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 32:8. നമുക്ക് ഇത് സങ്കീർത്തനക്കാരൻ ഈ 32-ാം സങ്കീർത്തനത്തിലൂടെ പറയുന്നതാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. Psalms 32:8. അവിടെ നമ്മൾ കാണുന്നത് ദൈവം തന്നോട് പറയുന്ന, എഴുത്തുകാരനോട് പറയുന്ന, സംസാരിക്കുന്ന ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ ദൈവജനത്തോട് പറയുന്നൊരു ശബ്ദമാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതിൻ്റെ ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്, എൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് സാവകാശമില്ലല്ലോ. ഈ സങ്കീർത്തനം മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഒരു ധ്യാനം എന്നുള്ള പേരിലാണ് സങ്കീർത്തനത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. ദാവീദിൻ്റെ ഒരു ധ്യാനം അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ എന്നാണ് അവിടെ കാണുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അതിനെ വായിക്കുമ്പോൾ എ മസ്കിൽ എന്നാണ് നമ്മൾ കാണുന്നത്. മസ്കിൽ എന്ന് പറഞ്ഞാൽ എ സാം ഓഫ് ഇൻസ്ട്രക്ഷൻ, ടീച്ചിങ്, പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇൻസ്ട്രക്ട് ചെയ്യുവാൻ കഴിയുന്നതാകുന്ന ഒരു സങ്കീർത്തനം. ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്നതാകുന്ന ഇൻസ്ട്രക്ഷനാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മളൊക്കെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇനിയും ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭാഗ്യമുള്ളതാകുന്ന ഒരു മനുഷ്യൻ. ആരാണ് ഭാഗ്യവാൻ? ഭാഗ്യവാൻ ആരാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിലാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യാവസ്ഥയിൽ ഇരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചാണ് പറയുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് വഴുതും. ഓക്കെ, ഇനി അങ്ങനെ അല്ലാത്ത ഒരുവൻ, തൻ്റെ പാപത്തെ ഏറ്റുപറയുവാൻ മനസ്സില്ലാത്ത ഒരുവൻ, തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ മനസ്സില്ലാത്ത ഒരുവൻ, അവൻ്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മളതിൻ്റെ 3-ാം വാക്യത്തിൽ കാണുന്നു, മിണ്ടാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പാപങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടും, ഞാൻ ദൈവസന്നിധിയിൽ ചെയ്യുന്നത് ശരിയല്ലെന്ന് ഉറപ്പുണ്ടായിട്ടും, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകാതെ ഇരിക്കുമ്പോൾ, ലംഘനങ്ങളെ ഏറ്റുപറയാതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്?
അസ്ഥികളൊക്കെ എന്തോ പോലെ ഇരിക്കും എന്നാ പറഞ്ഞത്. അസ്ഥികളൊക്കെ ക്ഷയിച്ചു പോകും. അസ്ഥികളൊക്കെ ക്ഷയിച്ചു പോകും. പിന്നീട് പറയുകയാണ്, മഗ്നയൊക്കെ എന്ത് ചെയ്യും? ദൈവത്തിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കും. മഗ്നയൊക്കെ വേനൽക്കാലത്തെ ഉഷ്ണം പോലെ വറ്റിപ്പോകും. അപ്പം ആത്മീക സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്നതാകുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് ജസ്റ്റ് രക്ഷയെക്കുറിച്ച് മാത്രം ഉണ്ടാകുന്ന കാര്യമല്ല. ഇവിടെ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവരുടെ പാപങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറവുകളെയൊക്കെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തേണ്ടത് അത്യാവശ്യമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തില് നമ്മളത് വായിക്കുന്നത്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തില് കുറവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രതിബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകാതിരിക്കുന്നിടത്തോളം അസ്ഥികൾ ഉണങ്ങിയ, ആത്മീകമായിട്ട് ക്ഷീണിക്കുന്ന ഞരമ്പുകൾ, അതുപോലെ തന്നെ മഗ്നയൊക്കെ ഉണങ്ങിപ്പോയിരിക്കുന്ന, ആത്മീകമായിട്ട് വലിയ ക്ഷീണം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് കടന്നു പോകാൻ ഇടയായിട്ട്. അതിനുള്ള പരിഹാരം എപ്പോഴാണ്? സങ്കീർത്തനക്കാരൻ പറയാം, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ എന്താ ചെയ്തുള്ളൂ? ഞാൻ യഹോവയോടൊന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ എന്താ പറഞ്ഞത്? 5-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ച് എൻ്റെ ലംഘനങ്ങളെ മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എത്ര അത്ഭുതകരമായ കാര്യമാണ്! ദൈവസന്നിധിയിൽ ആത്മീക സന്തോഷം അനുഭവിക്കുവാനുള്ള ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് അതാണ്. എന്ത് ചെയ്താൽ മാത്രം മതി? ആരോട് ഏറ്റു പറയണം? നമുക്കറിയാം, മറ്റ് സഭകളിലെ ഡിനോമിനേഷൻസിലൊക്കെ പലരും മനുഷ്യരോടൊക്കെയാണ് ഏറ്റു പറയുന്നത്, അല്ലേ? മനുഷ്യരോടൊക്കെ ഏറ്റു പറഞ്ഞ് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ, മനുഷ്യരിലൂടെ ഏറ്റു പറഞ്ഞ് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഏറ്റു പറയണം. ആരോട് പറയണം? ഞാൻ എൻ്റെ പാപങ്ങളെ യഹോവയോട് ഏറ്റു പറയും. പ്രിയമുള്ള ദൈവമക്കളെ, വാസ്തവത്തില് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റുപറഞ്ഞുപേക്ഷിക്കാത്തതാകുന്ന എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ എന്ത് ചെയ്യുന്നതാണ്? ഉണങ്ങിയ, ശുഷ്കിച്ച സ്ഥിതിയിലേക്ക് നമ്മെ എത്തിക്കുന്നതാകുന്ന കാര്യം. ഈ സങ്കീർത്തനം കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നൊരു കാര്യമാണ്. നമുക്ക് ആർക്കും പറയുവാൻ കഴിയില്ല. ഇനി ഒരാൾ പറയുകയാണ്, ഞാൻ യോഹന്നാൻ 1-ന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരാൾ പറയുക, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അവനെന്ത് ചെയ്യുന്ന പറഞ്ഞത്? യോഹന്നാൻ 1-ന്റെ 10-ാം വാക്യത്തിൽ പറയുന്നവരെ ദൈവത്തെ എന്ത് ചെയ്യുന്നതിനാണ്? യഹോവയെ തന്നെ കള്ളനാക്കുന്നതിന് തുല്യമാണ്, അല്ലേ? ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തോട് തന്നെ, ദൈവം തന്നെ പറയുന്നത് തെറ്റാണെന്ന് പറയുവാൻ ശ്രമിക്കുന്നവനാണ്. എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ, പാപങ്ങളെ ഏറ്റുപറയുകയാണെങ്കിൽ, പാപങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ കഴിയും? അടുത്ത ഭാഗത്ത് ഈ സങ്കീർത്തനത്തിൽ ആർക്കാ ഇത് കണ്ടെത്താൻ, ആരാ ഇത് ചെയ്യേണ്ടത്? എപ്പോഴാണ് ചെയ്യേണ്ടത്? സാരമില്ല, കുറച്ചുകൂടെ കഴിയട്ടെന്ന് വേണേൽ ചിന്തിക്കാമോ? ഈ സങ്കീർത്തനത്തിൽ തന്നെ അടുത്ത വാക്യം പറയുന്നു, 6-ാം വാക്യം, ഇത് നിമിത്തം എന്തോ ചെയ്യണം? ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. Verse 6, for this shall everyone that is godly pray unto thee in a time when thou mayest be found. Surely in the floods of great waters they shall not come nigh unto him. നോക്കുക, കണ്ടെത്താകുന്ന കാലത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ നേരെ അടുക്കലോളം എത്തുകയില്ല. കണ്ടെത്താകുന്ന കാലത്ത് പ്രാർത്ഥിച്ചാൽ, കണ്ടെത്താകുന്ന കാലത്ത് ദൈവം തരുന്ന അവസരങ്ങളെ ശരിയായിട്ട് ഉപയോഗിച്ചാൽ, പ്രിയമുള്ള ദൈവമക്കളെ, എത്ര വലിയ പ്രതിസന്ധികളാണ്, പെരുവെള്ളം പോലെ കടന്നു വരുന്ന പ്രശ്നങ്ങളായാലും അതെവിടെ വരെ എത്തുകയില്ല? ഭക്തനോളം എത്തുകയില്ല. പെരുവെള്ളം കവിഞ്ഞു വന്നാലും കണ്ടെത്താകുന്ന കാലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനോടും എത്തുകയില്ല. അതിനുശേഷമാണ് നമ്മൾ പറയുന്നത്, ദൈവം അവിടെ വായിക്കുന്നത്, എനിക്ക് മറവിടമാകുന്നു, ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെയൊക്കെ ഘോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താ ദൈവത്തിൻ്റെ വാഗ്ദത്തം? ദൈവവൈദ്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എന്താ അവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം?
എന്താ പറയുന്നത്? ഐ വിൽ ഇൻസ്ട്രക്ട് യു. ഇറ്റ്സ് എ ഗോഡ്സ് പ്രോമിസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഗോഡ് ഈസ് ടെല്ലിംഗ് ദം ഐ വിൽ ഇൻസ്ട്രക്ട് യു. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ ഉപദേശിക്കും. ഇന്ന് നമുക്കറിയാം, ഉപദേശത്തിന് വേണ്ടി ആളുകൾ എന്ത് ചെയ്യാന്നറിയാമോ? അനേകം ചിലവിട്ടുകൊണ്ടിരിക്കും. ഇന്ന് വിദ്യാഭ്യാസത്തിൽ ഒരു നല്ല കൂട്ടം ആളുകൾ പഠിക്കുന്ന വിഷയം കൗൺസിലിംഗ്. പിന്നീട് ഒരു നല്ല കൂട്ടം ആളുകൾ പോകുന്നതിന് വേണ്ടിയാ? കൗൺസിലിങ്ങിന് വേണ്ടിയാ. എന്താ കൗൺസിലിംഗ് ലഭിക്കുന്നത്? മനുഷ്യ ഹൃദയത്തിൽ നിന്ന്, മനുഷ്യ ചിന്തയിൽ നിന്ന് മാനുഷികമായ അനേക കൗൺസിലിങ്ങുകൾ, പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ലഭിക്കുവാനായിട്ട് ആളുകൾ പണം ചിലവിട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു ദൈവവേദനോട് പറയുക, ഞാൻ നിന്നെ എന്ത് ചെയ്തോളാം? ഞാൻ നിനക്ക് കൗൺസിൽ തരാം, അല്ലേ? ഞാൻ നിന്നെ ഉപദേശിക്കാം. അപ്പം മാനസികമായ സംഘർഷത്തിൽ, ശാരീരികമായ പ്രശ്നത്തിൽ, മറ്റ് വിവിധ പ്രശ്നങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദൈവവൈദ്യങ്ങളോട് പറയുന്നത്, നീ വാസ്തവത്തിൽ എന്താ പറയുന്നത്, കണ്ടെത്താകുന്ന കാലത്ത് എൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണെങ്കിൽ, നീ വാസ്തവത്തിൽ നിന്റെ ലംഘനങ്ങളെ എന്നോട് അറിയിക്കുവാനായിട്ട് തയ്യാറാകുകയാണെങ്കിൽ, നീ വാസ്തവത്തിൽ ഞാനുമായിട്ടൊരു നല്ല ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക, ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഉപദേശിക്കും, അല്ലേ? ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഉപദേശം ലഭിച്ചവരായിരിക്കണം. ആരുടെ ഉപദേശമാണ് ലഭിക്കേണ്ടത്? ഉപദേശത്തിനായിട്ട് ആളുകൾ ഈ കാലങ്ങളിൽ ഓടി നടക്കുമ്പോൾ, പരതി നടക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, സർവസൃഷ്ടിതാവായിരിക്കുന്ന, സർവജ്ഞാനിയായിരിക്കുന്ന, സകലത്തിന്റെ കാരണഭൂതനായിരിക്കുന്ന, സകലത്തെയും ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ ആയിരിക്കുന്ന, അനന്യനായിരിക്കുന്ന കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യാം? ഉപദേശിക്കാം. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, നാളെയെക്കുറിച്ച് നിനക്കറിയാൻ വയ്യാത്തതാണ്. ഇന്നലകളിലെ വേദനകളാണ് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം. പക്ഷേ ഉപദേശിക്കുന്ന ദൈവത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്നലകളിലെ വേദനകളല്ല, നാളത്തെ ഭാവിയെക്കുറിച്ചുള്ള നിശ്ചയമില്ലായ്മയല്ല. പിന്നെയോ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ അനാദിയും ശാശ്വതവുമായിട്ട് എന്നേക്കുമുള്ള ദൈവമാണ്. അവൻ എൻ്റെ ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ അറിയാവുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ നാളെയെക്കുറിച്ച് അറിയാവുന്ന ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്തോളാം? ഞാൻ നിന്നെ ഉപദേശിച്ചു. ദൈവമക്കളെ, വാസ്തവത്തിൽ ഈ ഉപദേശം എനിക്ക് നിങ്ങൾക്കും ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇറ്റ്സ് എ പ്രോമിസ് ഫോർ ഇൻസ്ട്രക്ഷൻ. എന്താണ് ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ? നോക്കിയേ, യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിന് 1-ാം വാക്യം, Isaiah chapter 48 verse 1. Here we can see that God is the ultimate teacher. ശരിയായ ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതനാകുന്ന ഒരു ടീച്ചർ, ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ആരാണെന്ന് നോക്കി. 48-ന്റെ Isaiah chapter 48 verse 1 അവിടെ നമ്മൾ വായിക്കുന്നത്, ഇത് കേട്ടുകൊള്ളുവീൻ. ഹിയർ ഇറ്റ്. അവിടെ നമ്മൾ വായിക്കുന്നത്, ഹിയർ ഈസ് ദിസ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിത് കേട്ടുകൊള്ളണം. ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ ഉപദേശമാണ്. ആരാ ഉപദേശിക്കുന്നത്? യാക്കോബിനോട് പറയുകയാണ്, ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നവരാണ്, നിങ്ങൾ ഇസ്രായേലിന്റെ പേര് വിളിക്കപ്പെട്ടവരാണ്, നിങ്ങൾ യഹൂദയുടെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്, യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവരാണ്. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നിങ്ങൾ സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരാണ്. നിങ്ങളിത് കേട്ടുകൊള്ളണം, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? എന്താ അറിയാൻ കേൾക്കുകയും ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ 7-8-6 വാക്യം, നീ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക, നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കുകയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത്, നീ അറിയാത്ത മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. ഞാനത് അറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതെ ഇരിക്കേണ്ടതിന് അത് പണ്ടല്ല, ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസത്തിന് മുമ്പ് നീ അതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. ഞാനിങ്ങനെ ഓർത്തു, ഒരു നല്ല ടീച്ചർ നമുക്ക് അറിയാത്തതൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്, അല്ലേ? അറിയാവുന്നതെല്ലാം പഠിപ്പിക്കുക നല്ല ടീച്ചറെ. പിന്നെ എന്ത് ചെയ്യുന്നതാണ്? ടീച്ചറിൽ നിന്ന് അറിയാത്തതൊക്കെ പഠിക്കുക. ഇവിടെ പറയുക, നിനക്ക് അറിയാത്തതൊക്കെ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പഠിപ്പിച്ചു തരാം, അല്ലേ? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിനക്കറിയാത്തതൊക്കെ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് വരിക, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഒത്തിരി കാര്യങ്ങൾ അതോടെ ബന്ധത്തിൽ പറയാനുണ്ടെങ്കിലും, പ്രിയമുള്ള ദൈവമക്കളെ, ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്
ഏറ്റവും നല്ല നിലയിൽ നമുക്ക് ഉപദേശം തരാൻ കഴിയുന്ന ആളെന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദൈവവൈദ്യര് കടന്നു ചെന്നാൽ അവർക്ക് തീർച്ചയായിട്ടും ഇൻസ്ട്രക്ഷൻ ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ഇൻസ്ട്രക്ഷൻ ഇസ്രായേലിന് മാത്രമല്ല, മറ്റൊരു കൂട്ടർ കൂടി കൊടുക്കുന്നുണ്ട്. അവരെ കൂടെ ശ്രദ്ധിച്ച് നോക്കുക. സങ്കീർത്തനം 25:8-9 വാക്യം. അവിടെ പറയുന്നത് എന്താണെന്ന് നോക്കിയേ. അവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താ? Psalms 25:8-9. സംഗീതം 25:8-9. ആ ആ ആ ഓ പ്രൈസ് ഗോഡ്. നോക്കുക, അവിടെ പറയുകയാണ് അവൻ എന്ത് ചെയ്യുന്നു. അവിടെ നമ്മൾ വായിക്കുന്ന ഗോഡ് ടീച്ചസ് സിന്നേഴ്സ്, പാപികളെ അവൻ എന്താ ചെയ്യുന്ന പറഞ്ഞത്? പാപികളെ അവന് നേർവഴി കാണിച്ചു കൊടുക്കുന്നു, അല്ലെ? നേർവഴി കാണിച്ചു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്ന ഒരു ശബ്ദമായിട്ടിരിക്കുകയാണ് യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ടവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. നേർവഴി. വഴികൾ ഒത്തിരിയുണ്ട്, വഴികളൊക്കെ ആളുകൾ ഒത്തിരി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ള വഴി ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ശരിയായിട്ടുള്ള വഴി ലഭിക്കണമെങ്കിൽ എവിടേക്ക് ചെല്ലണം? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പാപത്തിന്റെ അഗാധയിൽ ജീവിതം നയിച്ചുകൊണ്ട് നിത്യമരണത്തിലേക്ക്, നിത്യനരകത്തിലേക്ക്, നിത്യമായ നാശത്തിലേക്ക് കടന്നുപോയിരിക്കുന്ന മനുഷ്യവർഗത്തെ കുറിച്ച് പറയുകയാണ്. പാപികളെ, നിങ്ങൾക്ക് നേർവഴി കാണുവാനായിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. വാസ്തവത്തിൽ ഒരു വ്യക്തി യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഒരു വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, അത് അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പരിതാപകരമായ അനുഭവമാണ്. നമുക്കറിയാം, ഇന്ന് സഭകളിൽ അനേകര് ഈ നിലയിലുണ്ട്. പുറത്തുള്ളതിനേക്കാൾ സഭകളിൽ അനേകർ ഈ നിലയിലുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് ജീവിതത്തിൽ അംഗീകരിച്ചു എന്നുള്ള ഉറപ്പില്ലാത്തവർ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവർ, നിത്യജീവനെ അനുഭവിച്ചിട്ടില്ലാത്തവർ, പക്ഷെങ്കിൽ എന്തോ കാരണത്താലൊക്കെ ഇവരും എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഈ ഒഴുക്കിനനുസരിച്ച് അങ്ങ് നടന്നുകൊണ്ടേയിരിക്കുന്നവരാണ്, അല്ലെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നവരാണ്. പക്ഷെങ്കിൽ ഓർക്കുക, വ്യക്തിപരമായിട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ, വ്യക്തിപരമായിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തിട്ടില്ലെങ്കിൽ, പാപികൾക്ക് നേർവഴി യേശുക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അത് നിത്യ പരിതാപകരമായ പരിസ്ഥിതിയിലേക്ക് കടന്നു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ നേഴ്വഴിയിലേക്ക് പോകണം. ഇനി രണ്ടാമത്, വഴി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടമുണ്ട്. അതാർക്കാണെന്നറിയാമോ? സൗമ്യതയുള്ളവർ. ഈ കാലങ്ങളിൽ കണ്ടു കിട്ടുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാകുന്ന ഒരു കൂട്ടമാണ് മീക്കായിട്ടുള്ള ആളുകൾ, സൗമ്യതയുള്ള ആളുകൾ. കാരണം പലതുകൊണ്ടും മനുഷ്യൻ അവരുടെ സകല കാര്യങ്ങളെയും അത്യുന്നതങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ ഇന്ന് സൗമ്യത അല്ലെങ്കിൽ മീക്നെസ് വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വീക്ക്നെസ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ? ദൈവത്തിൻ്റെ വഴി പഠിക്കാൻ കഴിയും. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനായതുകൊണ്ട് എന്ത് ചെയ്യണം? എൻ്റെ മുഖമെടുത്ത് എന്നോട് പഠിച്ചു. പഠിക്കണമെങ്കിൽ കർത്താവാണ് സൗമ്യതയുടെ മകുടം. അപ്പോൾ കർത്താവ് സൗമ്യനായതുകൊണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, യശയ്യാവ് വിളിച്ച് പറയുന്നുണ്ട്, ഇതാ നിന്റെ രാജാവ് എന്ത് ചെയ്യുന്നു? സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്ത്, അല്ലേ? രാജാവാണ്, പക്ഷെ അങ്ങനെ പോകുന്നത് സൗമ്യനായിട്ടാണ് പോകുന്നത്. ഇനി ആരുടെ പുറത്താണ്? കഴുതക്കുട്ടിയുടെ പുറത്ത്. ഞാൻ സൗമ്യതയും നോക്കുക, അവൻ സൗമ്യതയുള്ള കർത്താവാണ്. ഈ കർത്താവിൻ്റെ സൗമ്യത എന്നിൽ എന്തെങ്കിലും കടന്നു വരുത്തേണ്ടതിനാണ് കർത്താവ് അത് ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് വായിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഏറ്റവും നല്ല അധ്യാപകൻ കർത്താവാണ്. അവനിൽ നിന്ന് നാം പഠിക്കേണ്ടത് അവൻ്റെ സൗമ്യതയാണ്. ഇനി അത് മാത്രമല്ല, ഈ സൗമ്യത അല്ലെങ്കിൽ ഈ അധ്യാപകനിൽ നിന്ന് നമുക്ക് വല്ലതും പഠിക്കണമെങ്കിൽ എന്താ വേണമെന്നറിയാമോ? ഐ വിൽ ഇൻസ്ട്രക്ട് യു. ഇൻസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഒന്ന്, ഇൻസ്ട്രക്ട് ചെയ്യുന്ന ആള് ഹി വിൽ ബി ദ ബെസ്റ്റ് ടീച്ചർ, അല്ലേ? ഹി മസ്റ്റ് ബി ദ ടീച്ചർ. അപ്പം അവൻ പഠിപ്പിക്കുക, അവൻ ഏറ്റവും ബെസ്റ്റ് ടീച്ചറാണ് നമ്മൾ കണ്ടത്. രണ്ട്, ഇഫ് വി നീഡ് ടു ഇൻസ്ട്രക്റ്റഡ്, വാട്ട് വി ഹാവ് ടു ഡു?
വി ഷുഡ് ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ഇൻസ്ട്രക്ടർ. അല്ലേ? നമുക്ക് ആ പഠിപ്പിക്കുന്ന ആളുമായിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു നല്ല ബന്ധം ഉണ്ടായിരിക്കണം. അല്ലേ? പഠിപ്പിക്കുന്ന ആളുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ഒന്നും പഠിക്കാനായിട്ട് കഴിയും. എനിക്കറിയാം, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലങ്ങളിൽ ചില ടീച്ചേഴ്സിന് ഭയങ്കര ഭയമായിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെ അനുഭവം ഉണ്ടായിരിക്കാം. അന്നൊക്കെ നല്ല ചൂരൽ പ്രയോഗം കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ വിഷയങ്ങളൊക്കെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഭയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് പഠിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ഇവിടെ പറയുകയാണ് ഒരു നല്ല ബന്ധം വേണം. നോക്കിയേ, മത്തായിയുടെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ജോൺ ചാപ്റ്റർ 10:27 അവിടെ നമ്മൾ കാണുന്നുണ്ട്. ആ ആ ആ ആ നോക്കുക, അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ആടും ഇടയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതാണെന്നൊരു വാക്യമുണ്ട്. അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദമാണ് കേട്ടത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അല്ലെ? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. പക്ഷെ അതിനെന്തോ വേണം? ഒരു ആടും ഇടയനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എൻ്റേത് എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് ദൈവത്തിൻ്റെതാകുന്ന ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്ന ഒരാളിന് മാത്രമേ ദൈവത്തിൽ നിന്ന് എന്ത് ലഭിക്കുവാനായിട്ട് കഴിയുള്ളൂ? ഉപദേശം ലഭിക്കുവാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുവാനായിട്ട് കഴിയുള്ളൂ. നോക്കുക, ഈ ഉപദേശം നമുക്ക് സമയം തിരികെയാണ്, പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പറഞ്ഞു പോകാം. ഈ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ലഭിക്കുന്ന ചാനൽ ഏതാ? ദൈവം നമ്മെ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അതിനുള്ള ചാനൽ ഏതാ? നോക്കിയേ, പെട്ടെന്ന് ഞാൻ 2-3 വാക്യങ്ങൾ നിങ്ങൾക്ക് വളരെ പരിചിതമാണെങ്കിലും കാണിക്കാം. 119-ാം സങ്കീർത്തനത്തിന്റെ 105-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? Psalms 119:105 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ നിനക്ക് ഇൻസ്ട്രക്ഷൻ, വാസ്തവത്തിൽ വ്യക്തിക്ക് ദൈവവചനത്തിൽ നിന്ന് ഉപദേശം ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് അവന് ശരിയായ ബന്ധം ഉണ്ടായിരിക്കണം. ഒരാളിന് ഉപദേശം ലഭിക്കുന്നത് ദൈവം പണ്ട് പ്രവാചകന്മാരോട് അരുളി ചെയ്തതുപോലെ ഇന്ന് വ്യക്തിയോട് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ശബ്ദത്തിലൂടെയോ ശമൂവേലിനെ വിളിച്ചതുപോലെ പേര് വിളിച്ചതല്ല ഇടപെടുന്നത്. ദൈവം ഇന്ന് ഇടപെടുന്നത് എങ്ങനെയാണ്? നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനമാണ് എന്നെ എന്ത് ചെയ്യുന്നത്? ശരിയായിട്ട് ഉപദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ജോൺ ചാപ്റ്റർ 14:26 അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്ന, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയും ചെയ്യും? ഒരു കാര്യസ്ഥനെ അയക്കുകയും ചെയ്യും. അങ്ങനെ അയക്കപ്പെടുന്ന കാര്യസ്ഥനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രത്യേകതരമായ ശബ്ദമുണ്ട്. 14-ാം അധ്യായം ജോൺ ചാപ്റ്റർ 14:26 ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഓക്കെ, അപ്പൊ അടുത്ത ഇൻസ്ട്രക്ടർ ആരാ? അവിടെ അടുത്ത ഉപദേശകൻ ആരാ? ഒന്ന്, ദൈവത്തിന്റെ വചനം എൻ്റെ കാലിന് ദീപം എൻ്റെ പാതയ്ക്ക് പ്രകാശം. 2, ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? എന്നെ ഉപദേശിക്കുന്നു. അങ്ങനെയല്ലേ ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒരു കാര്യസ്ഥൻ വരികയും അവൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും ചെയ്യും. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നാൽ പിതാവിനോട് ഞാനൊരു കാര്യസ്ഥനെ ചോദിക്കും, അവൻ അയച്ചു തരും, അവൻ വന്ന് നിങ്ങളെ ഉപദേശിക്കും. അപ്പൊ ഒരു ദൈവ പൈതല് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്തിലാണ് അവന്റെ ജീവിതത്തെ നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്ത് ലഭിക്കും? ദൈവത്തിൽ നിന്ന് ഉപദേശം ലഭിക്കുന്നവനായിട്ട് തീരും. മൂന്നാമത്തെ ഒരു കാര്യം എന്താണ് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്ന കാര്യം എന്നറിയാമോ? എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 12:10 onwards അവിടെ നമ്മൾ വായിക്കുന്നത് ബാലശിക്ഷയെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ
മക്കളെ എന്ത് ചെയ്യുന്നു? അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ അവൻ അവരെ എന്ത് ചെയ്യുന്നു? ബാലശിക്ഷയിലൂടെ പത്യോപദേശത്തിലൂടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ അതിന്റെ 10-ാം വാക്യത്തിൽ കാണുന്നത്, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി ശിക്ഷിക്കുന്നു. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിനോ അതിനാൽ അഭ്യാസം പ്രാപിച്ചവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അതിനാൽ അഭ്യാസം പ്രാപിച്ചവർ. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എക്സ്പീരിയൻസസ് ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് അല്ലേ? ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ കാര്യം. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ അവൻ നമ്മെ പഠിപ്പിക്കുന്നു. 2, അവൻ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ്. 3, അവൻ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് തരുന്നതാകുന്ന അനുഭവങ്ങളിലൂടെയും നമ്മെ കടത്തിവിടുന്നതാകുന്ന ശിക്ഷണങ്ങളിലൂടെയുമാണ് അല്ലേ? നമ്മെ അവൻ ചില ശിക്ഷണങ്ങളിലൂടെ, ചില അനുഭവങ്ങളിലൂടെ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കടത്തിവിട്ടിട്ട് അവൻ എന്ത് ചെയ്യാന്നറിയാം? അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തരും. പ്രിയമുള്ള ദൈവമക്കളെ, ഇത് ഞാൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ട അത്യാവശ്യകരമായ കാര്യമാണ്. ഈ 3 നിലയിൽ നാം ഇൻസ്ട്രക്ഷൻ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ളവരെ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ അവർക്ക് ഡയറക്ഷൻ കൊടുക്കും. സമയം എൻ്റെ തീർന്നല്ലോ. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് എന്ത് ചെയ്യും? വഴി കാണിച്ചു തരും, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. അപ്പോൾ അവരുടെ മേലാണ് ഗോഡ്സ് ഡയറക്ഷൻ വിത്ത് ദം. അവരുടെ മേൽ ദൈവത്തിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. ഇനി അത് മാത്രമല്ല, അടുത്ത ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ദൈവം അവരെ ഡയറക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, എന്ത് ചെയ്യും? നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് എന്ത് ചെയ്യും? ആലോചന പറഞ്ഞു തരും. there is a supervision for them അല്ലേ? ടീച്ചിങ്, ഡയറക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചെയ്യുന്നതാകുന്ന, അല്ലെ നമുക്ക് ചെയ്തു തരുന്ന കാര്യമാണ്. ഒരു ദൈവപൈതൽ വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കർത്താവേ, ഞാൻ എൻ്റെ പാപങ്ങളെ നിന്നോട് പറയുന്നുവെന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിച്ച് നമ്മെ എന്ത് ചെയ്യുകയാണ്? കണ്ടെത്താകുന്ന കാലത്തൊരു ഭക്തൻ അവനെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മളെ ആ വലിയ ആനന്ദത്തിലേക്ക് എത്തിച്ചേർക്കുകയാണ്. അതിനുശേഷം അവൻ നമ്മെ ഉപദേശിക്കുകയാണ്, അവൻ നമ്മെ വഴി നടത്തുകയാണ്, അവൻ നമ്മുടെ മേൽ സൂപ്പർവൈസ് ചെയ്യുകയാണ് അല്ലേ? ഇതത്ര അത്ഭുതകരമായ കാര്യം. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നു. എൻ്റെ സമയം തീർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഉപദേശം, ദൈവത്തിൻ്റെ ഗൈഡൻസ്, ദൈവത്തിൻ്റെ സൂപ്പർവിഷൻ, ഇത് നമുക്ക് ശരിക്കും അനുഭവിപ്പാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് ഏറ്റു പറയാം. കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതേ കർത്താവേ, ഞാൻ എന്നെ തന്നെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് തരുന്നു. മറ്റുള്ളവരെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്നെ എനിക്കറിയാം. ഞാൻ എന്നെ തന്നെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് തരുന്നു. ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് അവൻ്റെ സന്നിധി കണ്ടെത്തുവാനായിട്ട് ദൈവം ഇടയാകട്ടെ. അതിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കേട്ട വാക്കുകൾ നമ്മുടെ ക്രിസ്തു ജീവിതത്തിന് കൂടുതൽ അനുഗ്രഹമായിട്ട് തരുവാൻ, കൂടുതൽ സമർപ്പണത്തിന് കാരണമായിട്ട് തരുവാൻ ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സംസാരിച്ച വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ കൂടുതൽ പോഷിപ്പിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. അവൻ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.